നമസ്കാരം. പ്രധാന വാർത്തകൾ. ഹരിപ്പാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് കൈക്കൂലി വാങ്ങിയെന്ന പരാതിയുമായി യുവതി. ഹരിപ്പാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതി. ആശുപത്രി സൂപ്രണ്ട് കൈക്കൂലി വാങ്ങിയെന്നും തുക കുറഞ്ഞതിനാൽ രോഗിയെ നോക്കിയില്ലെന്നുമാണ് ആരോപണം. കാലിന് മൈനർ ശസ്ത്രക്രിയ നടത്താനെത്തിയ ഹരിപ്പാട് സ്വദേശി അനിമോന്റെ ഭാര്യയാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് കൈക്കൂലി നൽകിയില്ലെന്നും ശസ്ത്രക്രിയയ്ക്ക് ശേഷം കൂടുതൽ തുക കൈക്കൂലിയായി ആവശ്യപ്പെട്ടെന്നും ബീന പറഞ്ഞു. എന്നാൽ ഈ തുക നൽകാതിരുന്നതിനാൽ ഡോക്ടർ ഭർത്താവിനെ തിരിഞ്ഞു നോക്കിയില്ലെന്നും കുറ്റപ്പെടുത്തി. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ബീന പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. അനിമോന് മതിയായ ചികിത്സ ഉറപ്പാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ലൈഫ് ഗാർഡുകളുടെ നിർദ്ദേശം അവഗണിച്ചു. കടലിലിറങ്ങിയ 23കാരൻ തിരയിൽപ്പെട്ട് മരിച്ചു. തിരുവമ്പാടി ബീച്ചിൽ കുളിക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശിയാണ് മരിച്ചത്. മധുരൈ ബൈപ്പാസ് റോഡ് ദുരൈസ്വാമി നഗറിൽ ചന്ദ്രന്റെ മകൻ രഘുവാണ് മരിച്ചത്. വിനോദസഞ്ചാരികളായ 5 സ്ത്രീകളും 7 പുരുഷന്മാരും അടങ്ങുന്ന സംഘമാണ് കടലിലിറങ്ങിയത്. ലൈഫ് ഗാർഡ് ആവശ്യപ്പെട്ടപ്പോൾ സംഘം കരയ്ക്ക് കയറിയെങ്കിലും ദേഹത്ത് പുരണ്ട മണൽ കഴുകാനായി വീണ്ടും കടലിലേക്ക് ഇറങ്ങുമ്പോഴാണ് രഘു അപകടത്തിൽപ്പെട്ടത്. ശക്തമായ തിരയിൽ രഘു തീരത്തെ പാറക്കല്ലിൽ ചെന്നിടിച്ചു. രഘുവിനെ ഗുരുതരാവസ്ഥയിൽ വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. രക്ഷിക്കാൻ ശ്രമിച്ച ലൈഫ് ഗാർഡിനും പരിക്കേറ്റു. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കാറിന് പിന്നിൽ KSRTC ബസ് ഇടിച്ച് അപകടം, 3 പേർക്ക് പരിക്ക്. കൊച്ചി കരയാമ്പറമ്പിൽ ദേശീയപാതയിൽ കാറും KSRTC ബസും കൂട്ടിയിടിച്ച അപകടം, 3 പേർക്ക് പരിക്ക്. സിഗ്നൽ കാത്തുകിടന്ന കാറിന് പിന്നിൽ KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ കരയാമ്പറമ്പ് സിഗ്നൽ ജംഗ്ഷനിലായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തുനിന്ന് വരികയായിരുന്ന കാർ സിഗ്നലിൽ നിർത്തിയപ്പോഴാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ കാറിന്റെ പിൻഭാഗം പൂർണ്ണമായും തകർന്നു. $30 കോടിയുടെ കൊക്കൈൻ വയറ്റിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമം, ദമ്പതികൾ അറസ്റ്റിൽ. കൊച്ചിയിൽ വൻ ലഹരി വേട്ട. 30 കോടിയുടെ കൊക്കൈൻ വയറ്റിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച ദമ്പതികളെ DRI പിടികൂടി. ദോഹയിൽ നിന്നുള്ള വിമാനത്തിൽ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ടാൻസാനിയൻ സ്വദേശികളായ ഒമറി അത്തുമണി, ജെങ്കോ വെറോനിക്ക അഡ്രേം എന്നിവരാണ് പിടിയിലായത്. ലഹരിമരുന്ന് ക്യാപ്സൂൾ രൂപത്തിലാക്കി വിഴുങ്ങിയാണ് ഇവർ കടത്താൻ ശ്രമിച്ചത്. ഇവരെ ആലുവ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. ഇതേ തുടർന്ന് ഇവരുടെ ശരീരത്തിൽ നിന്നും വിഴുങ്ങിയ മയക്കുമരുന്ന് പുറത്തെടുക്കുകയാണ്. പുരുഷന്റെ വയറ്റിൽ നിന്നും 2 കിലോ കൊക്കൈനാണ് കണ്ടെടുത്തത്. 15 കോടിയോളം രൂപ വിലമതിക്കുമെന്നാണ് വിലയിരുത്തൽ. സ്ത്രീയുടെ വയറ്റിലും 2 കിലോ കൊക്കൈൻ ഉണ്ടെന്നാണ് വിലയിരുത്തൽ. ദഹിക്കാത്ത തരത്തിലുള്ള ടേപ്പ് ഉപയോഗിച്ചാണ് മയക്കുമരുന്ന് പൊതിഞ്ഞിരുന്നത്. യുവാവിനെ റിമാൻഡ് ചെയ്തു. സ്ത്രീ ആശുപത്രിയിൽ തുടരുകയാണ്. OR കേളു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായി OR കേളു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്ഭവനിൽ വൈകിട്ട് 4 മണിക്ക് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സൗഗൗരവം സത്യപ്രതിജ്ഞ ചെയ്താണ് കേളു അധികാരമേറ്റത്. K. രാധാകൃഷ്ണൻ രാജിവെച്ച ഒഴിവിൽ മന്ത്രിയായ OR കേളു വയനാട്ടിലെ മാനന്തവാടിയിൽ നിന്നുള്ള MLA ആണ്. വയനാട്ടിൽ നിന്നുള്ള ആദ്യ CPM മന്ത്രിയും ആദിവാസി വിഭാഗത്തിൽ നിന്നും ആദ്യമായി എത്തിയ CPM നേതാവുമാണ് കേളു. ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മറ്റു മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു.